ഹലോ സ്റ്റോറി ബോർഡിലെ എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് വിത്ത് ആഗ്രയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നമ്മളുടെ സ്വന്തം സോഷ്യൽ മീഡിയ സ്റ്റാറായ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി. ആറാട്ടണ്ണൻ, വെൽക്കം ടു സ്റ്റോറി ബോർഡ്. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ ഇവിടെ പെരേര വന്നിട്ടുണ്ടോ? പെരേര വന്നിട്ടുണ്ട്. എന്താണ് പെരേര വന്നെടുത്ത് ഫീമെയിൽ ആങ്കേഴ്സ് ആണെങ്കിൽ വരും, അതുകൊണ്ടാണ് പേയ്മെന്റ് വാങ്ങിയതാ. അങ്ങനെ പേയ്മെന്റ് വാങ്ങില്ല. ആറാട്ടണ്ണന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഒന്നുമില്ല, ഓരോ ദിവസം ഓരോ ഇന്റർവ്യൂ, ഓരോ കല്യാണം പ്രൊഴിക്കാൻ പലതും ഉണ്ട്. തിരക്കിലാണ്. അപ്പം ആറാട്ടണ്ണന്റെ സൺഡേ വരെ എൻഗേജ്ഡ് ആണ്. സൺഡേ വരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ബിഗ് ബോസ് സീസൺ 7 കാണാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഒരു ബിഗ് ബോസും കണ്ടിട്ടില്ല. ഒരു ബിഗ് ബോസും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാം. രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തിയല്ലോ, അതിനെ പറ്റിയിട്ട് എന്താണ് ആറാട്ടന്റെ അഭിപ്രായം? എനിക്ക് നെഗറ്റീവ് ആയിട്ടും പറയാനില്ല. ഒരു വുമൺ എംപവർമെന്റ് ഭാഗമായിട്ട് അവർ വരുന്നു. ഇപ്പോൾ ഈ അമ്മ ഓർഗനൈസർ ശ്വേത മേനോൻ, സാന്ദ്ര തോമസ്, രേണു സുധി, ഇവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുമണാണ്. അത് എൻകറേജാണ് ചെയ്യേണ്ടത്, ഡിസ്കറേജ് അല്ല ചെയ്യേണ്ടത്. ഓക്കെ. ജലസി കാരണം ആൾക്കാർ ഇങ്ങനെ എഴുതണം. ഓക്കെ ഓക്കെ. അപ്പം രേണു സുധി ബിഗ് ബോസിലേക്ക് പോയപ്പം എല്ലാവരും പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ട് അവരെക്കാൾ താമസിച്ച് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ടുള്ള രേണു സുധി പോയി. അതെന്തായിരിക്കാൻ കാരണമെന്ന് തോന്നുന്നു? അവർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. ഞങ്ങളെ കണ്ടു. ഞാൻ ആദ്യം വരല, പിന്നെ പെരേര, രേണു സുധി ഇപ്പോഴാണ്. അടുത്ത ആളുടെ കൊണ്ടാണ് പെട്ടെന്ന് ഭയങ്കര റീച്ച് വന്നത്. കുറെ നാൾ കഴിയുമ്പോൾ കുറേ ഉള്ളൂ, അതുകൊണ്ട് ഇവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ഫിലിം റിവ്യൂവർ എന്ന നിലയിൽ കൂലി സിനിമ കണ്ടോ? ഞാൻ കണ്ടു. എന്താണ് കൂലിയെ പറ്റിയിട്ടുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എല്ലായിടത്തും മിക്സഡ് റിവ്യൂ ആയിരുന്നു. ഞാൻ കാണണമെന്ന് വിചാരിച്ചു റിവ്യൂ കാരണം. പക്ഷെ രാത്രി പോയി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എൻ്റെ കൂടുതലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാണ് നെഗറ്റീവ്? എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്പെക്ടേഷൻ ആൾക്കാർ പോയെന്ന് തോന്നുന്നു. അങ്ങനെ അത്ര മോശം പാടല്ലത്. ഈ അലിൻ ജോസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെന്ന് സോഷ്യൽ മീഡിയ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 2 ദിവസം മുമ്പ് ഞങ്ങൾ മലപ്പുറത്ത് പോയതാണ് ഒന്നിച്ച. അല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വ്യാപകമായ ഒരു കിംവദന്തികൾ പരക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, അയാൾ ആരും ഫോൺ ചെയ്ത് എടുക്കാറില്ല. അപ്പോൾ അയാൾ കുറച്ച് ഒരു തരത്തിലുള്ള അരഗൻസ് ഒന്നുണ്ട്. അതിൽ പണ്ട് അണ്ണാ ചേട്ടൻ ഇപ്പൊ എടോ എന്നൊക്കെ വിളിക്കുന്നു. അത് കുഴപ്പമില്ലല്ലോ, നമ്മളെ ഫ്രണ്ട്സിന് പ്രായ വ്യത്യാസം ഉണ്ട്. എന്നെ 15 വയസ്സായ ഒരു അനിയനെ പോലെ ഞാൻ കാണുന്നു. ബഹുമാനം തെരഞ്ഞെടുത്തപ്പോ അലിൻ ജോസ് ബഹുമാനം തെരഞ്ഞെടുത്തപ്പോ അലിൻ ജോസ് ബഹുമാനം തരുന്നില്ലേ? ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. സീസൺ 7 ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ? എനിക്കങ്ങനെ അതിൽ കോൺടെസ്റ്റൻസ് കണ്ടപ്പോൾ എല്ലാവരും ഒന്നും അറിയില്ല. ആകെ ശാരികയും റേൽ സുധയൊക്കെയാണ്. ശാരിക എന്നെ ഇന്റർവ്യൂലുണ്ട്, വേറെ ആൾക്കാരൊന്നും അങ്ങനെ അതിൽ പരിചയമില്ല. ഇപ്പം ശാരികയും രേണു സുധിയും രണ്ടുപേരെയും ഒന്നിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒരു തന്ത്രമായിട്ട് കാണുന്നുണ്ടോ? ആയിരിക്കാം. ബിഗ് ബോസ് മുഴുവൻ തന്ത്രങ്ങളാണല്ലോ, എല്ലാം തന്ത്രമാണ്. ഈ ബിഗ് ബോസിൽ ശാരികയും രേണു സുധിയും അവസാന 2 ഫൈനലിസ്റ്റുകളായിട്ട് വരികയാണ്. അതിൽ അങ്ങനെയാണെങ്കിൽ ആരതിൽ വിജയിക്കണമെന്നായിരിക്കും ആറാട്ടണ്ണന്റെ ഒരു ആഗ്രഹം? രേണു സുധി. അതെന്താ കാരണം? അല്ല, അവരാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീച്ച് മറ്റുള്ളത്. അവരെ കുറച്ചുകൂടി ഡിസ്റ്റർബ് ചെയ്യുന്നു. അല്ല, റീച്ച് ശാരിക ഡബിൾ സ്റ്റാൻഡിൽ എടുക്കുന്നുണ്ട്. കാരണം ശാരിക പോകുന്ന മുമ്പ് പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അവർ ചെന്നപ്പോ മോഹൻലാലിന് മുമ്പിൽ പറഞ്ഞു എന്റെ വലിയ സ്വപ്നമാണ് പറഞ്ഞു. അപ്പം റീച്ച് മാത്രമാണോ? അപ്പം റീച്ച് മാത്രമല്ല, ശാരിക എന്നെ ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. എനിക്ക് രേണു സുധിയെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം അവരെ കുറച്ച് ജെന്യൂനായിട്ട് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ വളരെയധികം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആറാട്ടണ്ണൻ എന്നാണ് നമ്മൾ കൂടുതലും അറിഞ്ഞിരിക്കുന്നത്. ആറാട്ടണ്ണൻ ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ സന്തോഷ് വർക്കി വളരെയധികം വിദ്യാഭ്യാസമുള്ള, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റിവ്യൂകൾ പറഞ്ഞ് ആൾക്കാരുടെ നെഗറ്റീവ് സമ്പാദിക്കുന്നത്? എന്തിനാണ്? ഞാൻ ഒരു കാര്യം ഒരു കോമാളിത്തോടെ മണപ്പുറം കാണിച്ചിട്ടില്ല. അത് ട്രോളന്മാരാണ് നമ്മളെ അങ്ങനെ ആക്കിയത്, കോമാളി പോലെ ആക്കിയത്. അതായത് ഞാൻ ബോധപൂർവ്വം ഒരു കോമാളിത്തരം കാണിച്ചിട്ടില്ല. ബോധപൂർവ്വം കോമാളിത്തരം കാണിച്ച പെരേരയാണ്, പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഒരു കോമാളിത്തരം മണപ്പുറം കാണിച്ചിട്ട് ഇവർ വളച്ചൊടിച്ചതാണ്. ട്രോളന്മാരാണ് കോമാളിയാക്കി മാറ്റിയത്. പല പെൺകുട്ടികളും ട്രോള് മാത്രം കാണുന്നവരുണ്ട്, അവരാണ് കളിയാക്കി ചിരിക്കുന്നത്. അവരെൻ്റെ ഫേസ് ഷേമിങ് നടക്കുന്നത്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ ഫേസ്, അതൊക്കെയാണ് അവർക്ക് എൻ്റെ റിലാക്സേഷൻ പോലെയാണ്, എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. ഈ ആറാട്ടണ്ണൻ എന്നൊരു പേര് കിട്ടാൻ കാരണം നമ്മുടെ മോഹൻലാലിന്റെ പടമായ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട്. അപ്പം അതിലൊരു വലിയൊരു ഡയലോഗ്, അന്ന് ഫേമസ് ആവാൻ കാരണമായ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആറാടിക്കണം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയും.
അത് ആ സമയത്ത് നാച്ചുറലായിട്ട് പറഞ്ഞാണ്, മറ്റേ ബാക്കിയുള്ള പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് പറഞ്ഞല്ല. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്. ലാലേട്ടൻ അറടിക്കുകയാണ്. അത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള റിവ്യൂകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, അത് പ്ലാൻഡ് അല്ല, അറിയാതായതാണ്. ആ ഒരു സിനിമയുടെ പേര് പെട്ടെന്ന് വരുന്നു, ആ പേര് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ല, അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു മീഡിയക്കാരായാലും കണ്ടിട്ടില്ല, ആ മീഡിയക്കാരൻ ഒന്ന് പൊക്കിയത്. അപ്പോൾ ഞാൻ മൂന്നാണ് ഞാൻ ടാർഗറ്റ് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇപ്പം ഈ മീഡിയകളുടെ കാര്യം പറഞ്ഞപ്പം ഈ പാപ്പരാസി സ്വഭാവം കാണിക്കുന്ന നിരവധി മീഡിയകൾ നമ്മുടെ അത് ഷാബുൻ പറഞ്ഞ കേട്ടാണ്. അപ്പം വനിതാ തിയേറ്ററിൽ പോയി ഏതൊക്കെ ആംഗിളിനെ എടുക്കുന്ന അറിയില്ല. ഇപ്പൊ ഞാൻ പല ആക്ട്രസ്റ്റിൽ വരുമ്പോൾ, പെണ്ണുങ്ങൾ ആക്ട്രസ്മാർ വരുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് അവർ വേറെ സംസാരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യും. അതെല്ലാം എടുത്തിട്ടിട്ട് ഇവർ വായി നോക്കുകയാണെങ്കിൽ പല ആംഗിളിനെ എടുക്കുക. ഒരിക്കൽ നിഖില വരുമ്പോൾ ഇങ്ങനെ വരുന്നു, ഞാൻ ഇങ്ങനെ പോകുന്നു, അത് കമ്പയർ ചെയ്ത് നിഖില വരുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ കുറേ വളച്ചൊടിക്കുന്നുണ്ട്. പാപ്പരാസി തന്നെയാണ്, കാരണം ഏതൊക്കെ ആംഗിളിനെ എടുക്കുന്ന അറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ നിത്യ മേനോനുമായിട്ട് ഉണ്ടായൊരു വിഷയമുണ്ടല്ലോ, നിത്യ മേനോൻ ക്ലോസ് ചാപ്റ്റർ ആണ് ഞാൻ പറയാം. അപ്പം ആ ഒരു വിഷയം അത്രയും കത്തിക്കയറാൻ അത് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് മാറി. ശരിക്കും എന്താ സംഭവിച്ചത് അവർക്ക് അറിയില്ല, കാരണം അവർ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞാൽ അവർ പറയണം. ശരിക്കും എന്തായിരുന്നു ആ സംഭവം? അത് ട്രൂ ലവ് ആയിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. അവർക്കത് മനസ്സിലായില്ല. ഒരു ഫോൺ കോൺടാക്റ്റും പോലും അവർ തരാനില്ല. പിന്നെ ഇവിടെ വന്ന് എന്നെ കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അതോടെ എൻ്റെ മനസ്സിന് പോയി. ഇപ്പം നിലവിൽ എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെ, എനിക്ക് ഇനിയൊരു കാലത്തൊന്നും ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. എന്താ ട്രൂ ലവ് ഇപ്പോഴത്തെ 2K കേസിൽ അവർക്ക് ട്രൂ ലവിനെ കാട്ടിൽ ലസ്റ്റ് മറ്റേക്കാണ്. അതാണ് ഒരു നോക്കി നല്ലത്. കാരണം ബ്രേക്കപ്പ് ആയാലും വിഷമമില്ല. ഇതിപ്പോൾ ഒരുപാട് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഇതിൽ ശരിയായിട്ട് പോയപ്പോൾ ജയറാം, പാർവതി അങ്ങനെ കുറച്ച് ഇതേ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചിലർ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലർ പ്രണയ നൈരാശ്യം, മെൻ്റലി വളരെ ഡൗണോ. ഇനിയുള്ള കാലത്ത് ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. ഈ 2K പിള്ളേരുടെ പ്രേമത്തെ പറ്റി പറഞ്ഞപ്പോഴേ, 2K കുട്ടികളുടെ പ്രേമത്തെ പറ്റി പറഞ്ഞപ്പം ഇപ്പം ഷിപ്പുകളുടെ കാലമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം പ്രേമം എന്ന് പറയുന്നത്. ഷിപ്പ് ഉദ്ദേശിക്കണം സിറ്റുവേഷൻ ഷിപ്പ്, ബെഞ്ചിങ്, അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ഇപ്പം 2000 ഇതുകൊണ്ട് ഗുണമാണ് 2K കേസ് സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് അല്ല. സെക്സിൽ ഫ്രസ്ട്രേറ്റഡ് അല്ല, കാരണം അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട്. ഈ പഴയ അമ്മമാരെ ഫേസ്ബുക്കിലെ ആൾക്കാരാണ് അവർ. പഴയ ആൾക്കാർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ട് അത് അവരെ കുറ്റപ്പെട്ട കാര്യം, അവർ സാഹചര്യം അങ്ങനെ പോയി. 2K ജനറേഷനിൽ ഗുണം അതാണ്. ഇപ്പം അവരുടെ അങ്ങനത്തെ ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2K കിഡായിട്ട് ഞാൻ പോലും ഈ അടുത്താണ് ആ ഒരു വാക്ക് കേൾക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വാക്കാണ് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരാളുണ്ട്, പക്ഷെ ഈ സൈഡായിട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് വേറൊരാളെ കൊണ്ട് നിർത്തുക, ബാക്കപ്പ് പ്ലാൻ പോലെ 1-2 ആൾക്കാരെ ഇങ്ങനെ വെക്കുക. ഈ അടുത്ത് നമ്മുടെ ഒരു ബെഞ്ചിങ് ബെസ്റ്റ് വേറെ, ഇത് ബെഞ്ചിങ്, അങ്ങനെയുള്ള കുറെ ഇതെല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷെ അവനോട് എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ കുറെ വാക്കുകൾ ഇപ്പൊ നമ്മുടെ 2K കിഡ്സ് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പം അവരുടെ പ്രണയമാണോ അതോ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പ്രണയം? ട്രൂ ലവും ഇത് കുറച്ച് ലസ്റ്റ് ഓറിയന്റഡ് ആണ്. ഇത് കുറച്ച് പ്രാക്ടിക്കൽ 2K കിഡ്സ് ആണ്. പ്രാക്ടിക്കൽ ബ്രേക്കപ്പ് ആയി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആത്മഹത്യകൾ കൂടുതലല്ലേ? അതുണ്ട്, പക്ഷെ അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നു. അവർക്ക് ഈ പറഞ്ഞ വലിയ ട്രൂ ലവ് ഒന്നുമില്ല. ബ്രേക്കപ്പ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നില്ല. ഇന്നൊരാൾ കഴിഞ്ഞാൽ നാളെ വേറൊരാൾ ആരിയില്ലാണ്. അപ്പം നോക്കിയാൽ നല്ലതാണ്, നമ്മൾ ഇത്ര വിഷമിക്കേണ്ട വരില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ 2K കിഡ്സ് ഒരുപാട് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ലസ്റ്റില് മാത്രം ഒതുങ്ങിയിട്ട് അവരുടെ ജീവിതം അതാണെന്ന് മാത്രം വിചാരിച്ചു. മെയിൻലി ഡ്രഗ്സും സെക്സ് ഒക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഡ്രഗ്സിന്റെ യൂസേജ് വളരെ കൂടുതലാണ്. ഡ്രഗ്സ് ഭയങ്കര, അപ്പം അത് നമ്മുടെ സെക്സിൽ ഫ്രസ്ട്രേറ്റഡ് അല്ല, പക്ഷെ ഈ ഡ്രഗ്സും ഈ പറയുന്ന സെക്സ് ഓറിയന്റഡ് ആയിട്ട് മാത്രം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പോവുകയാണെങ്കിൽ നാളത്തെ ഒരു ജനറേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ പഠിക്കുന്ന ജനറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് മാറി. അവിടെ ഒരുപാട് ടീനേജ് പ്രഗ്നൻസി, പിന്നെ ബ്രോക്കൺ ഫാമിലി, ആ സ്റ്റേജിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ 2K കേസിന്റെ വായന അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും മോശമാണ് സാഡിസമാണ്. കാരണം അവർ ജനിച്ചു വരുന്ന സാഹചര്യം അതാണ്. ഓൺലൈൻ മീഡിയയിൽ കണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. ഒരു ഊക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ്. പിന്നെ ഇവർക്ക് ഒരു ജനറേഷൻ കോംപ്ലക്സ് ഉണ്ട്. അപ്പം ഞാനല്ല പറഞ്ഞ പഴയ ജനറേഷൻ ആയാലും ഞങ്ങളുടെ ജനറേഷൻ ആയാലും പുതിയ ജനറേഷൻ ആയാലും ആക്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത പഴയ കൊട്ടാരക്കര, പരഗോപി, മമ്മൂട്ടി, മോഹൻലാൽ, പുതിയ ഫാദർ എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2K കേസ് അവർ ചെറുപ്പത്തിൽ ജനിച്ചു പറഞ്ഞപ്പോൾ കണ്ട, പക്ഷേ പരമ്പര ആൾക്കാർ ദിലീപ് ആണ് അവരുടെ ജനറേഷൻ മാത്രം പ്രൊമോട്ട് ചെയ്യുക. ബാക്കി ജനറേഷനിൽ അവർ പുച്ഛം അല്ലെങ്കിൽ അവഗണിക്കുക. അത് നല്ല പരിപാടിയല്ല. ജനറേഷൻ കോംപ്ലക്സ് ഉണ്ട് അവർക്ക്.
ഇപ്പം അങ്ങനെ നമ്മൾ 2K കിഡ്സ് ജനറേഷൻ കോംപ്ലക്സ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു അല്ല, എന്നെ ഏറ്റവും കൂടുതൽ 2K കിഡ്സ് കളിയാക്കിയത് എന്നെയാണ്. അവർക്ക് ഞാൻ ഒരു പ്രായം വേറെ ജനറേഷൻ 90s കിഡ്സിനും 80s കിഡ്സിനുള്ള പുച്ഛമാണ്. ഞാൻ 80s കിഡാണ്. അവർ പുച്ഛം അവർ കാണിക്കുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ കളിയാക്കി നമ്മൾ വേദനിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടും. അത് അവർ കുറ്റമട്ടിക്കായാലും ജനിച്ചു വരുന്ന സാഹചര്യം അതാണ്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ പറയുന്ന ഈ ഫാൻ ഫൈറ്റിൽ വന്ന സംഭവം ഉണ്ടായിരുന്നു. ആദ്യം സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടായില്ല. ഫാൻ ഫൈറ്റിൽ വന്നപ്പോൾ ഈ കോക്കും ഒമലുലും മറ്റേ തുടങ്ങിയ അതിലാണ് ഭയങ്കര നെഗറ്റീവായിട്ട് മാറിയത്. ഇപ്പൊ കമന്റ്സിൽ വളരെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ പറയുന്ന അലിൻ ജോസിനും ഇതേ പറയുന്ന ഈ നെഗറ്റീവ് എന്നിട്ട് പോലും അലിൻ ജോസിനും കിട്ടുന്നത് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല 2K കിഡ്സ് ഈ പ്രായം വെച്ചിട്ട്. അല്ലേ, 2K കിഡ്സ് തൊപ്പി ഭയങ്കര ഇഷ്ടമാണ്. പെരേരയാണ് കളിയാക്കണം. പക്ഷെ 2K കിഡ്സ് പെൺകുട്ടികൾക്ക് പെരേര ഇഷ്ടമാണ്. ഞാൻ ലൂലുമാളിൽ കമ്പിൽ അവിടെ വന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. 2K കിഡ്സ് പെൺകുട്ടികൾക്ക് എന്നെ താല്പര്യമില്ല. ഞാൻ ഒരു സുഗർ ഡാഡി പോലെയാണ്. ആ രീതിയിലാണ് അവരെന്നെ കാണുന്നത്. സുഗർ ഡാഡി ആ രീതിയിൽ എന്നെ കാണുന്നത്. അങ്ങനെയാണ് 2K കിഡ്സ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ക്രഷ് ഉണ്ടോ ഏതെങ്കിലും സിനിമ നടിമാരോട് എന്തെങ്കിലും? ഇന്ന് ഞാൻ വെറുതെ ഒരു ബോംബ് ഇറക്കി. ക്രഷൊന്നുമില്ല, വെറുതെ പറഞ്ഞാ നന്നായിട്ട് പോയിട്ട് ആ വീഡിയോ. കമലഹാസന്റെ മോള് അക്ഷരാസിനോട് പ്രണയാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യം വിറ്റുപോകുള്ളൂ. എനിക്കിപ്പോ നിലവിൽ ഒരാളുണ്ട്, പക്ഷെ ആ പേര് പറഞ്ഞ പ്രശ്നം. ജെന്യുവനായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. ഈ ക്രഷെല്ലാം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് വൈറലാവുന്നു. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല. ഇപ്പൊ ഫിലോസഫിയും കോണ്ടം മെക്കാനിക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല. എല്ലാവർക്കും വേണ്ട ഒരു മസാലയാണ്. അപ്പം ശരിക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്? അതിന് വേണ്ടിയിട്ടാണോ? റീച്ചിന് വേണ്ടി പറയണ. റീച്ചിന് വേണ്ടിയിട്ടാണ് അതാ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ആകെ ശരിക്കും സീരിയസ് നിത്യമേനോട് മാത്രമേ ഉണ്ടായിരുന്നു. നിത്യമേനോട് ബാക്കിയെല്ലാം വെറുതെ റീച്ചിന് വേണ്ടി പറയണ. പെരേര കോമാത്രം കാണിക്കുന്നു, ഞാൻ ക്രഷ് കാണിക്കും. ഇത്ര തന്നെ. ഒരു ക്രഷ് ജീവിതമാണ് അപ്പൊ ആറാട്ടണ്ണന്റെ. ഒരു ക്രഷ് ജീവിതമാണ് അപ്പൊ ആറാട്ടണ്ണൻ. അല്ല, അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ക്രഷ് ഒന്നുമില്ല. വെറുതെ പറയാനാണ്. റീച്ചിന് വേണ്ടി വെറുതെ പറയാനാണ്. അല്ലാതെ ശരിക്കും ക്രഷ് തോന്നിയിട്ട് പറഞ്ഞൊന്നല്ല. ആറാട്ടണ്ണൻ ശരിക്കും എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് ചെയ്യുന്നു ഫിലോസഫി സയൻസിൽ. JRF നെറ്റ് ഗേറ്റിൽ കിട്ടിയതാണ്. അതാണ് ബേസിക്കലി എഞ്ചിനീയർ ആണ്. ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയ, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇപ്പം ഇത്രയും വിദ്യാഭ്യാസമുള്ള സന്തോഷ് വർക്കി എന്നൊരാള് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കാതെ ആ ഒരു പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് പോകാൻ എപ്പോഴെങ്കിലും? എനിക്ക് ഞാൻ ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള കയറണമുണ്ട്. പക്ഷെ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ പറഞ്ഞാൽ കയറുമ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ബ്രൈബും മറ്റേക്കാണ്. മോർ ദാൻ എൻ്റെ ഫാദർ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുക. കോർപ്പറേറ്റ് വേൾഡിനെക്കാട്ടും ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് എനിക്ക് താല്പര്യം. പ്രൊഫസർ ആവുക, അങ്ങനെ പോകാൻ താല്പര്യം. അപ്പോൾ എൻ്റെ മദറിന് വേണ്ടി ഇവിടെ നിൽക്കും. മദറിൻ്റെ കാലം ശേഷം യൂറോപ്പിൽ പോകാൻ പ്ലാൻ ഉണ്ട്. യൂറോപ്പിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഫെയിം എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും കിട്ടില്ല. ഇത് അറിയാതെ സംഭവിച്ചാണ്. അത് ഗ്ലാമർ സെലിബ്രിറ്റിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സെലിബ്രിറ്റി ആണെന്ന് ആഗ്രഹം. ഇവിടുത്തെ മലയാളിയെ സമ്മതിക്കുന്നു അറിയില്ല. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറെ ആൾക്കാരെ വളർത്തിയെടുക്കാനായിട്ട് ഇപ്പം പെരേര അങ്ങനെയുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ ഈ പറയുന്ന രേണുസൂതി അടക്കം അങ്ങനെ കുറെ ആൾക്കാരെ വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ബോംബിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന പാപ്പറാസി ചാനലുകൾക്കെല്ലാം കൊടുത്തത് ആറാട്ടണ്ണൻ തന്നെയാണ്. അല്ല, ഞാൻ തിയേറ്റർ റിവ്യൂ തുടങ്ങിയതേ ഉള്ളൂ. ഇത് ആദ്യം തുടങ്ങി ചെയ്ത്താനാണ് 2013. ഞാൻ പിന്നെ വന്നു ചെയ്ത്താനൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ തിയേറ്റർ റിവ്യൂ കേരളത്തിൽ തുടങ്ങിയത് ഞാനാണ്. റിവ്യൂ പണ്ടേ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ പെരേര കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡാൻസ് കളി, അതിനെ മണപ്പൂരം കാണിക്കുന്നതാണ്. ഞാനിപ്പോ കസ്റ്റമറിനോട് മണപ്പൂരം റീച്ച് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനോടൊക്കെ ആറാട്ടണ്ണന്റെ ഒരു യഥാർത്ഥ ഫീലിംഗ് എന്താ? എനിക്കത് ചെയ്യാൻ പറ്റില്ല, കോമാത്രം കാണിക്കാൻ പറ്റില്ല. അയാൾക്കത് ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഓരോ ഭയങ്കര പ്ലാൻ ചെയ്താൽ വന്നതാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ അയാൾ അത്ര മണ്ടറും പൊട്ടണമെന്നല്ല. അയാൾക്ക് മാസ് സൈക്കോളജി, ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി തന്നെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. എനിക്കത് ഞാൻ വൈറലായി 1 വർഷം ശേഷം അയാൾ വന്നത്. പലരും പറഞ്ഞു അയാൾ ഒതുക്കാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തില്ല, പ്രൊമോട്ട് ചെയ്ത. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറെ അണ്ണന്മാർ വന്നു, ടൈഗർ എന്ന ആൾ പറഞ്ഞു. അവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തു, പക്ഷെ വേറെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം പുള്ളിക്ക് മാത്രമേ പാടുള്ളൂ. പുള്ളി അത് സെൽഫിഷും കുറച്ച് ജലസി ഉള്ള ആളാണ്. സെൽഫിഷ് ആണ്, ജലസി ഉണ്ട് പുള്ളി. ഓക്കെ. അപ്പം അതേപോലെ തന്നെ പുള്ളിക്ക് ആ ജലസി ഹൈഡ് ചെയ്യാൻ പറ്റില്ല, മുഖത്ത് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് ആക്ച്വലി ഒരു ഗുഡ് ക്വാളിറ്റി അല്ല. ആ രീതിയിൽ നിഷ്കളങ്കനാണ്, ഹൈഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഭാവം തോന്നിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ആറാട്ടണ്ണന്റെ ഒരു ലൈവില് ആറാട്ടണ്ണൻ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട് പെരേര കാണിച്ച ഒരു മോശം പ്രവൃത്തിയെ പറ്റിയിട്ട്. അത് ആക്ച്വലി അത് മാത്രമല്ല പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ്. പിന്നെ പറയുന്നത് നിർത്തി. കാരണം പുള്ളിക്ക് 24 ഇയേഴ്സിൽ കല്യാണം പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല, അപ്പം ആ ഒരു
സംഭവം വന്നപ്പോൾ പെരേര ആണെങ്കിൽ പോലും പലയിടത്ത് ആദ്യമൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാൻ പെരേര തയ്യാറായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പെരേര എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കള്ളമാണ് പറയുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തന്നെയാണ് പുള്ളിക്ക് ആ ഒരു സംഭവം. ഇപ്പൊ ഒരു ആണുങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ഗൗരവത്തോടെ സംസാരിക്കും, പെൺകുട്ടി വിളിക്കുകയാണെങ്കിൽ വളരെ കൂടെ സംസാരിക്കും. പിന്നെ ഫീമെയിൽ ആങ്കേഴ്സ് ആണ് ഇന്റർവ്യൂ ആണെങ്കിൽ പുള്ളി എന്തായാലും എത്തിയിരിക്കും. പുള്ളി ഒരു പേയ്മെന്റ് വാങ്ങിയില്ല, ഒന്നും വാങ്ങിക്കില്ല. പുള്ളിക്ക് ഇപ്പോൾ പണോ ഫെയിമൊന്നല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് വരാനാണ് താല്പര്യം. അവരുടെ ഒപ്പം റീൽ ചെയ്യുക, അവരുടെ ഒപ്പം അതൊക്കെയാണ് പുള്ളിയുടെ താല്പര്യം. പുള്ളി വനന്തവൻ്റെ തിയേറ്ററിൽ പല ആക്ടേഴ്സ്മാർക്ക് കയ്യിൽ കൊടുക്കുകയാണ്. അത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് രാത്രി പുള്ളി വേറെ ഒപ്പിക്കുന്ന വണ്ടിയാണ്. ഈ ഷെയ്ക്കാൻ കൊടുത്തിട്ട് പുള്ളിയെ വസ്ത്രം ഉണ്ടാക്കിയതാ. ഏതോ ആക്ടർ ഷെയ്ക്കാൻ കൊടുത്തപ്പോൾ സുഖം കിട്ടിയാണ്. എനിക്ക് മനസ്സിലായില്ല എന്ത് സുഖം കിട്ടിയാണ്. ഇപ്പൊ പുള്ളി നോക്കുന്നതാണ് പണവും അല്ല ഫെയിമും അല്ല, പെണ്ണുങ്ങളുണ്ടോ എന്ന് നോക്കുന്നത്. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ നമ്പർ കൊടുത്താ രാത്രി ഫുൾ ടൈം വിളിയാണ്, ഓർക്കൊന്നുമില്ല. ഇപ്പം ഈ സെൽഫ് കൺട്രോളും ഇല്ല, ഡിസിപ്ലിനും ഇല്ല. ഇപ്പോൾ 40 കല്യാണ ഫംഗ്ഷനിൽ പോയി മലപ്പുറത്തല്ല, ഇത് അക്കൗണ്ടിലുള്ള ആകെ 2000 രൂപ. 40 കല്യാണ ഫംഗ്ഷൻ 10,000 വെച്ച് വാങ്ങിച്ചിട്ട് ഇപ്പൊ അക്കൗണ്ടിൽ വെറും 2000 രൂപ. ഇങ്ങനെ കാശ്. അത് പുള്ളിക്ക് ഹോട്ടലിൽ താമസിക്കുക, AC റൂമിൽ താമസിക്കുക, വീട്ടിൽ AC റൂമിൽ താമസിക്കുക, പിന്നെ ബിരിയാണി 2-3 കഴിക്കുക, പിന്നെ പറയാൻ കൊള്ളാത്ത പോലെ റെഡികളുണ്ട്. ഇതെല്ലാം ചെയ്താണ് പുള്ളി കാശ് കളയണം. പിന്നെ എൻ്റെ ഇടയ്ക്ക് പോയി ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് അതും കാശ് കളയും. പണം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ല പുള്ളിക്ക്, ലൈഫിൽ അച്ചടക്കമേ ഇല്ല. ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മളെല്ലാവരും കണ്ട് നമ്മുടെ പ്രേക്ഷകരാണേലും ഞാനാണേലും ഏറ്റവും കൂടുതൽ കണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചായിരുന്നു. ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷിന്റെ പുള്ളിയുടെ ഫാദറും പറയുന്നുണ്ട് ഭയങ്കര ഇംഗ്ലീഷ് പറയണം. LP ലോറൻസ് പെരേര, അച്ഛനും മകൻ മത്സരിച്ചാണ് ഇംഗ്ലീഷ് പറയുന്നത്. ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ രണ്ടുപേരും, അത് ആക്ച്വലി അതിലേക്ക് എത്തിച്ച കാര്യം എന്തായിരുന്നു? അത് മീഡിയക്കാർ പറഞ്ഞ ഇതാണ്. അല്ല, അവൻ ഇംഗ്ലീഷിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. ഡബിൾ MA എടുത്തേക്കാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡബിൾ MA അറിയാമല്ലോ. പുള്ളിക്ക് അറിയാം അതൊരു വീക്ക്നെസ് ആണ്, അറിയാം വിദ്യാഭ്യാസ വീക്ക്നെസ് ആണ് അറിയാം. പുള്ളിക്ക് ഏറ്റവും പറ്റില്ല ഈ കോൺഗ്രസ് രാഷ്ട്രീയമില്ല, അവിടെ കയറിയ മറുകണ്ടം ചാടുക, അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക, കള്ളത്തരം കാണിക്കുക, പിന്നെ കുതുവാൾ വെട്ടുക, ഇതെല്ലാം പറ്റിയ ആളാണ്. സിനിമയിൽ വേണ്ട ആളല്ല, രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ്. അപ്പൊ ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞതിന് ഭയങ്കര ഐഡിയോളജി അങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് തന്നെ അവിടെ ഐക്യവും ഇല്ല, അഴിമതി അങ്ങനെയൊക്കെയാണ്, എക്സ്ട്രീമിസം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ആളാണ്. ഇപ്പം ശരിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നതായിട്ട് ഇപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ LDF സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരൊക്കെ വന്നതിന് ശേഷം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നതായിട്ട് ആറാട്ടണ്ണന് തോന്നുന്നു. ഞാൻ ഇന്നോവ കാറിലൊന്നും അടിക്കുന്നുള്ള പറയണ്ടേ. ഇപ്പോഴത്തെ കമ്മ്യൂണിസം ഡീജനറേറ്റ് കമ്മ്യൂണിസം ആണ്. പണ്ട് ഹൈലി ക്വാളിഫൈഡും നല്ല മനുഷ്യത്തുള്ളവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവർ വെറും മനോരോഗിയിലെ ഗുണ്ടകളാണ്. ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവർക്ക് ദാസ് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും അറിയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് നല്ലതാണ്. കൃഷ്ണ ആരകം EMS അല്ലെങ്കിൽ അച്യുതമേനോൻ, അങ്ങനെ കുറേ എമിനൻ്റ് ആൾക്കാരുണ്ടായിരുന്നു, പല ബുദ്ധിജീവികൾ മനുഷ്യത്തുള്ളവർ. ഇപ്പോൾ ഇതൊന്നുമില്ല, വെറും ഗുണ്ടകളാണ്. ഞാൻ അതിനോട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അമ്മമാർ പറഞ്ഞു ഇന്നോവക്കാർ കൊണ്ടുവന്ന് വീട്ടിലൊന്നും തല്ലുവന്നു. ഒരു തരത്തിലെ അക്രമ വെറും ഒരു പ്രിൻസിപ്പിളും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീജനറേറ്റ് ആയത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിനുള്ള കുഴപ്പമില്ലാണ്. കാർൽ മാർക്സിലെ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ കമ്മ്യൂണിസം പോകുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയാണ് ഞാൻ. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. ഇനിയിപ്പോൾ ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും രണ്ടും എക്സ്ട്രീമാണ്, വയലൻസ് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അവർക്ക്, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രക്ഷപ്പെടും. അതിന് രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറി കൊടുക്കണം, പുതിയ ആൾക്കാർ വേണം. കാരണം അവർക്ക് യൂണിറ്റി ഇല്ല, അതുകൊണ്ട് എക്സ്ട്രീമിസം ഒന്നും ഇല്ല, ഒരു കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റും BJP രണ്ടും എക്സ്ട്രീമിസ്റ്റെല്ലാം പോകും, വയലൻസിലേക്ക് പോകാൻ. ഞാൻ ബേസിക്കലി പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭവിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് BJP നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്, എല്ലാ മതങ്ങളും എല്ലാ കൾച്ചറിലാണ്. അവരത് ഹിന്ദുവിൽ മാത്രം അതിനോട് യോജിപ്പില്ല. അതിനെ പറഞ്ഞാൽ കോൺഗ്രസിനെ പറ്റില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടി നല്ലതാണ്, പക്ഷെ അവർ വരാൻ ടൈം എടുക്കും.
അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറിക്കൊടുത്തിട്ട് പുതിയ ആൾക്കാർ, ഇപ്പോൾ അമ്മ അവരുടെ ലിസ്റ്റ് കണ്ടില്ലേ, മെയിൻ ആൾക്കാർ മാറിക്കൊടുത്ത് പുതിയ ആൾക്കാർ വന്നു. ഇപ്പോൾ അമ്മ അവന് ശേഷം വേസ്റ്റാണ് ഞാൻ പണ്ട് പറയാൻ, പക്ഷേ ഇനിയിപ്പോൾ നല്ല രീതിയിൽ പോകാൻ പോവാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കണം. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് അമ്മ അവന് ശേഷം പ്രതീക്ഷ വന്നു. ഇപ്പോൾ ശ്വേതാ മേനോൻ മെയിൻ ആള്, വനിതകളും വന്നു, പുതിയ ആൾക്കാരും വന്നു. കാരണം ഇത്രയും നാൾ അവിടെ ജനാധിപത്യം സംഭവമില്ല, വോട്ടിംഗ് ഇല്ല ആൾക്കാർ. പിന്നെ ഈ മമ്മൂട്ടി പോലെ നിൽക്കുമ്പോൾ അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും, കാരണം ഇവർക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ വനിതകളും വന്നു. ആദ്യത്തെ വുമൺ പ്രസിഡന്റാണ് മറ്റേ ശ്വേതാ മേനോൻ. നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി എനിക്ക് അമ്മയിൽ പ്രതീക്ഷയുണ്ട്. ഇത്ര നാളും ഉണ്ടായിരുന്നില്ല. ഇത് തുടങ്ങിയപ്പോൾ മുകളിൽ പ്രശ്നങ്ങളായിരുന്നു. കാരണം അല്ലെ സീനിയർ ആൾക്കാർക്കാണ് ഇവർ ചാൻസ് കൊടുക്കുന്നത്. അവരെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു സ്ത്രീ തലപ്പത്തേക്ക് വന്നപ്പോഴാണല്ലോ നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു മാറ്റം. അതേപോലെ ജെന്യൂൻ ലേഡിയാണ് സാന്ദ്ര തോമസ്, പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ്. അവർ ഒതുക്കാൻ നോക്കിയിട്ട്, പക്ഷെ അവർ പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. വളരെ ജെന്യൂൻ ആയ ആളാണ്. ഇപ്പം അതേപോലെ തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് ഇനിയിപ്പം അടുത്തൊരു സർക്കാർ വരുമ്പം കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് ഒരു വനിത വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം നന്നാകും എന്നൊരു പ്രതീക്ഷ വരണ്ടയാണ്. ഗൗരിയമ്മയിലെ പണ്ട് വരണ്ടയായിരുന്നു, ഇവർ ഒതുക്കിയതാണ്. ഇത് കേരളം മാത്രമല്ല, ഇന്ദിരാഗാന്ധി ആയ ജവഹർലാൽ നെഹ്റുവിന്റെ മോളായതുകൊണ്ടാണ്. ഇവൻ US പോലും ബോം പ്രസിഡന്റ് വന്നിട്ടില്ല, കമലാ ഹാരിസ് ആരും വന്നിട്ടില്ല. പെണ്ണുങ്ങൾ വരാൻ സമ്മതിക്കില്ല. പിന്നെ ജർമ്മനിയിൽ മെർക്കൽ വന്നിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ മറ്റേ മാർഗരറ്റ് താച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ. അത് അവർ പ്രൊമോട്ട് ചെയ്യണം, അവർ വരണം. അവർ വളരെയധികം വുമൺ എംപവർമെന്റ് നടക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് വന്നിട്ടില്ല. ഗൗരിയമ്മ അവന്റെ ആയിരുന്നു, അത് ഒതുക്കിയതാണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആര് വരാനായിരിക്കും സന്തോഷ് സർക്കാർ? ഇനി വരാനുള്ള കറന്റ്ലി ആരും അങ്ങനെ ഇല്ല. പണ്ടലാണ് ഗൗരിയമ്മ വളരെ സ്ട്രോങ് ആയി. ഇപ്പൊ ആരാ ഉള്ളത്? അപ്പൊ അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല. ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് KK ശൈലജ ടീച്ചറിന്റെ പേര്. അതിനോട് കുഴപ്പമില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ ആര് വരാനായിരിക്കാം? കോൺഗ്രസോ വനിതയാ? ആരാ ഉള്ളത്? ആരും ഇല്ല. അതാണ് ഈ BJP സർക്കാർ അധികാരത്തിൽ എത്തുമോ എന്നുള്ളതൊരു ഫിനാൻസ് മിനിസ്റ്റർ ഉള്ള ലേഡിയാണ് നിർമ്മല സീതാരാമൻ. അതേപോലെ ദേശം അവർ കൊണ്ടുവരണവരാ. പക്ഷെ പിന്നെ ഒരു കുഴപ്പം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ പണ്ടുപോലെ വീട്ടിനുള്ളിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പെട്ടെന്ന് അവർ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്കൊരു മെച്യൂരിറ്റി ഇല്ലാതെ പോകും. അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഡീൽ ചെയ്യാൻ പറ്റില്ല, ആണുങ്ങളത്ര പറ്റില്ല. ആ ഒരു പ്രശ്നം ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര അരഗണ്ടല്ലാവും. ഗൗരവമേക്ക് ഈ അരഗൻസ് ഉണ്ടായിരുന്നു, ആ അരഗൻസ് വരും. അതൊക്കെയാണ് പ്രശ്നം വരുന്നത്. അത് ആണുങ്ങൾ കുഴപ്പമുണ്ട്, അവരെ അടിച്ചമർത്തി നിർത്തിക്കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ BJP സർക്കാർ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേരായിരിക്കാം അവർ ഏറ്റവും കൂടുതൽ വനിതാ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനത്തേക്ക് മുന്നോട്ട് വെക്കുക. ഇവിടെ BJP വരാൻ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പൊ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, സുരേഷ് ഗോപി വന്നതോടെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മെയിൻലി ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈഴവർ മറ്റെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസം. ഇത് കുറേ വോട്ടെല്ലാം റിസർവ്ഡ് ആയി ഓൾറെഡി ഓക്യുപ്റ്റ് ആയി. കുറച്ചിലെ വേരിയേഷൻ ഉള്ളൂ. കാരണം അവരെ ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇനി പുതിയ ആൾക്കാർ വരണം, പുതിയ എൻട്രേഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ പിണറായി വിജയൻ ഭയങ്കര വലിയ പണ്ടിരുന്നല്ലെങ്കിലും കുഴപ്പമില്ലാതെ പുള്ളി ആൾക്കാർക്ക് പേടിയുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭരണാധികാരിയെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്? പേടിയല്ല, ആൾക്കാർ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആൾക്കാർ മറ്റൊരു ഇത് വേണമല്ലോ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അയാൾക്കുണ്ട് ഉള്ളത് തോന്നുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പിണറായി വിജയൻ ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം അദ്ദേഹത്തിന് ഒരു എതിർപ്പ് ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? അത് പുള്ളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. കുറച്ച് അരഗൻസ് ഉണ്ട്, കടക്ക് പുറത്ത് പറയുന്ന ഒരു അരഗൻസ് ഉണ്ട്, അതുകൊണ്ടാവാം. പിണറായി വിജയനെക്കാട്ടുള്ള ജീവനാനുഭവം ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. ഞാൻ VS അച്യുതാനന്ദൻ വെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞ് വളരെ പ്രശ്നമായി. ഞാൻ VS നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. കാരണം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ കൊച്ചു യൂണിവേഴ്സിറ്റി IIT ആവേണ്ടായിരുന്നു, ഈ സ്മാർട്ട് സിറ്റി ഇതൊന്നും വന്നില്ല. പുള്ളി ഇൻട്രസ്റ്റ് എടുത്തേക്ക് വന്നതാണ്. ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഈ സാമ്പത്തിക അച്ചടക്കം നമ്മുടെ പെരേരയ്ക്കില്ല എന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമ്മൾ കാണുന്നതാണ് വിഷ്ണു അഭിലാഷും ഒക്കെ എപ്പോഴും പെരേരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കിടന്ന് ഉരുണ്ടുരുണ്ട്. പെരേര എവിടെ ഉണ്ടോ അവർ രണ്ടുപേരും എവിടെ ഉണ്ടാവും. അഭിലാഷ് മണിയുടെ കാര്യത്തിൽ എനിക്ക് 10,000 പൈസയാണ്. പുള്ളിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് വീട്ടിൽ, അതുകൊണ്ടാണ്. അപ്പം ഈ പെരേരയുടെ പൈസ എല്ലാം അഭിലാഷും വിഷ്ണു ഒക്കെ കൊണ്ടുപോകുന്നു. അഭിലാഷ് കൊണ്ടുപോയിട്ടുണ്ട്, വിഷ്ണു കൊണ്ടുപോയിട്ടൊന്നുമില്ല. വിഷ്ണു കുറച്ച് ജെന്യൂനാണ്. വിഷ്ണു മുഖത്ത് നോക്കി പറയും ഇത്ര വേണമെന്ന് പറയും. അഭിലാഷ് കുറെ കൊണ്ടുപോയിട്ടുണ്ട്, പുള്ളിക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഈ ഗാംഗിൽ ഏറ്റവും കഴിവുള്ള ബ്രൈറ്റൺ ഒരു പയ്യനുണ്ട്. അവന് മണപ്പൂരം വയലാവുന്നതാണ്. അവൻ നല്ല കലാപരമായിട്ട് കഴിവ്, ആധുനിക കമലിനൊക്കെ വിളിക്കണം. നല്ല കഴിവുള്ള ആളാണ്. പുള്ളി അധികം വയലാന്ന് നോക്കാതെ, ബിക്കോസ് പുള്ളിക്ക് കോമാളി ഇനി താല്പര്യമില്ല. നല്ലൊരു കലാകാരനാണ് പുള്ളി, ഓൾ ബ്രൈറ്റ് എന്ന് പറയും.
കഴിവും ബുദ്ധിയുള്ള ആളാണ്. നമ്മുടെ അലിൻ ജോസേ നമ്മുടെ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിംബോയ് ഇല്ലേ, കിംബോയ് മനോജ് ഇല്ലേ, കിംബോയ് മനോജ് ഒരു ഡയറക്ടറിന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ അതിന്റെ അപ്പുറത്തെ ആലോചനയുണ്ട്. പിന്നെയാണ് ഇവൻ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ പറഞ്ഞാൽ അവർ കോമാളിത്തം കാണിക്കുന്നു. ഇവനാണ് കോമാളിത്തം തുടങ്ങിയത്. ഇവൻ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചാൽ ഞാൻ പറയാൻ പറ്റിയാൽ അവിടെ കല്യാണം നടക്കില്ല. അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പാവങ്ങൾ അതുങ്ങൾ ഒതുക്കുകയാണ്. അവരൊന്നും പുതിയതായിട്ട് ആരും പൊങ്ങി വരാൻ പാടില്ല. ആ ടൈഗർ ആണെങ്കിലും പാവം പോയി ആണെങ്കിലും എത്ര ഒതുക്കിയെന്ന് അറിയും. ഇവൻ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ മുകളിൽ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ പറ്റിയ ഞാൻ നിർത്തിയാണ് പറയണത്. കാരണം അവനൊരു കല്യാണം കഴിച്ചാൽ പോണ്ടാണല്ലോ, അവൻ്റെ നിർത്തിയതാണ്. എന്തൊക്കെയോ ഒപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ അലിൻ ജോസേ ഒരു കല്യാണ റീലുമായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ നാട്ടുകാരെ മൊത്തത്തിൽ അങ്ങ് പറ്റിച്ചിട്ടുണ്ട്. ശരിക്കും കല്യാണം നടന്നാൽ ആരും വിശ്വസിക്കില്ല. ശരിക്കും കല്യാണം നടന്നാൽ ആരും വിശ്വസിക്കില്ല. ഇപ്പം ഏറ്റവും അടുത്ത ആ പെൺകുട്ടിയോട് 3000 രൂപ അങ്ങോട്ടെല്ലാം കൊടുത്ത് കുറച്ച് റൊമാൻറ്റിക് ആകാൻ വേണ്ടി ചെയ്താണ്. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു എല്ലാം കഴിഞ്ഞു, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഇനി എൻ്റെ അടുത്ത് വരണ്ടാവും. വെറുതെ 3000 രൂപ വെറുതെ പോയി. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടതാണ് അലിൻ ജോസിന്റെ അച്ഛന്റെ ബർത്ത്ഡേക്ക് അവര് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛനെക്കാട്ടും ബുദ്ധി പെരേരക്കുണ്ട്. അച്ഛനെക്കാട്ടും ബുദ്ധി പെരേരക്കുണ്ട്. അതെന്തായാലും അത് കമന്റ്സിൽ കാണണം. ഇങ്ങനെ ഒരു കമന്റ് ആണ്, പെരയുടെ അമ്മയുടെ അവസ്ഥ നോക്കുക, ഭർത്താവ് കല്യാണം മനസ്സിലായി വരുമ്പോഴാണ്. കുറച്ച് കഴിഞ്ഞ് 22 വർഷം കഴിഞ്ഞപ്പോൾ മകൻ ഉണ്ടാക്കി. അതിനെക്കാട്ടും വലിയ പാഴ. ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അത് വായിച്ച് ആൾക്കാർ ഇയാളുടെ ഇത് പറയുമ്പോൾ ഇയാളുടെ വീഡിയോ അല്ല, ഇയാളുടെ കമന്റ്സിന്റെ ആൾക്കാർ ചിരിക്കുകയാണ്. എന്തൊരു മലയാളികളുടെ ഹ്യൂമർ സെൻസാണ്. എന്നെ പച്ച തെറിവിളിയാണ്. ഇത് തമാശയാണ്. ആൾക്കാർ ജോലിയിൽ കഴിഞ്ഞ് രാത്രി വരുമ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പണ്ട് ജഗതിയൊക്കെയാണ്, ഇപ്പോൾ പെരേരയാണ്. ചിരിച്ചിരി ചാവുകയാണ്. ഞാൻ പോലും ഇടയ്ക്ക് കണ്ടു ചിരിക്കാറില്ല. അതുപോലെ കോമഡിയാണ്. അതിൻ്റെ പുതിയ കഥാപാത്രമാണ് LP ലോറൻസ് പെരേര. ഇത്ര നാൾ ഇവനെ കുറ്റം പറഞ്ഞു. ഇപ്പോഴുള്ള മനുഷ്യൻ ഇയാളെയാ കുറ്റം പറയേണ്ടത്. ഇയാളുടെ തന്തയെ വിളിക്കേണ്ടതാണ്. തന്തയ്ക്ക് പിറന്ന മകനെ എന്താ ടാങ്കിലുള്ളതല്ലേ പൈപ്പിൽ കൊണ്ട് വരുള്ളൂ. ഭയങ്കര എന്തിനാ പുള്ളി ഈ പ്രായത്തിൽ ഇറങ്ങേണ്ട അറിയില്ല. പുള്ളി ഹിന്ദിയിൽ പറയുന്നു, ഹിന്ദി വാപ്പിള പറഞ്ഞു, ഇംഗ്ലീഷ് മകനെക്കാളും കഷ്ടമാണ്. ഇപ്പം അലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അലിന്റെ ഫെയിം കാരണം അനിയത്തി പഞ്ചാബിലേക്ക് പഠിക്കാൻ പോയി എന്നുള്ള കാര്യം. അനിയത്തി പഞ്ചാബിലേക്ക് പഠിക്കാൻ അനിയത്തി കുറച്ച് ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് വരാത്തത്. ബാക്കി എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മൂമ്മ പോലും കൊണ്ടുവന്നു. അമ്മൂമ്മ ഇനി മരിച്ചു പോയെങ്കിൽ ഇനി ആൾക്കാരെല്ലാം ഓർമ്മയിലുണ്ടാവും. കാരണം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കുടുംബം മൊത്തം ഇവൻ എന്താ ആളറിയാം. ഇവൻ പൈനാപ്പിളിനും പറഞ്ഞാണ് ഇവൻ അമ്മൂമ്മ മരിക്കുന്ന മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പറയാണ് കാശില്ല. കാരണം പെണ്ണുങ്ങൾ പറയുമ്പോൾ അവന് കാശുണ്ട്. സ്വന്തം അമ്മൂമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയം കാശില്ല. അമ്മൂമ്മ മരിച്ച ദിവസം ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയാണ്. പിന്നെ ഇംഗ്ലീഷിനറിയാം. മൈ മാരേജ് നടക്കുന്നില്ല. അപ്പോൾ ആര് പറഞ്ഞു ഇംഗ്ലീഷിലാണ് വാക്കിങ് പറഞ്ഞു. മൈ മാരേജ് ഇസ് നോട്ട് വാക്കിങ്. പിന്നെ കുറേ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്, കുറേ ഗുണ്ടിൽ ഇറക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡബിൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഞാൻ സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ ഡയലോഗാണ്. എന്തോ വേറെ ലോകത്ത് ജീവിക്കണം, എന്തോ വലിയ ആളാണ് പുള്ളി. പറയണ അത് പറഞ്ഞ ശരിയാണ്. ലാലേട്ടനും മമ്മൂക്കിയാണ് പുള്ളി അത്ര റീച്ചില്ല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവരെക്കാളും വലിയ ആളാണെങ്കിൽ പറയാണ്. ഇപ്പൊ അതേപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളിപ്പോ ഒരു പരിപാടി ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഇടുക. അത് കാണുമ്പോൾ ആൾക്കാർ ഓടിച്ചു വിടുകയാണ്. ഇപ്പൊ ഒരുപാട് ഓടുന്നുണ്ട്. വീഡിയോ കാണാൻ ഭയങ്കര ഓട്ടമാണ്. ഒരിടത്തുനിന്ന് അടി കിട്ടിയ ഒരു സംഭവം ഉണ്ടായി. അടി കിട്ടിയിട്ടില്ല. അത് അടി കിട്ടുന്ന ആ സമയമാകുമ്പോൾ മുങ്ങാറിയാം. ഇല്ല കഴിഞ്ഞ തവണ നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിലോട്ട് അത് കുറച്ച് അപ്പൊ തന്നെ സ്ഥലം വിട്ടു പുള്ളി. അടി അധികം കൊണ്ടിട്ടില്ല. അതിന് നെക്സ്റ്റ് വേണം അറിയാം. ഈ ഇന്ത്യൻ പ്രണയകാല സിനിമയിൽ മറ്റേ ഫാസ്റ്റ് ഓടില്ലേ, ഇന്നസെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ രീതിയിലാണ് ഓടുന്നത്. ഇവനും കൊണ്ട് ബർത്ത്ഡേക്ക് അടി കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? അത് ശരിക്കും അടിച്ചതായിട്ടാണ്. ഇവനെ ഈ കറുത്ത പെണ്ണിനോടൊപ്പം അഭിനയിക്കില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ഇവൻ ആയതുകൊണ്ടാണ് ആൾക്കാർ കാര്യം എടുക്കാറ്. അല്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര കേസാവേണ്ടിയാണ്. കറുത്ത പെണ്ണിനെ അഭിനയിക്കില്ല, കറുത്ത പെണ്ണിനൊപ്പം അഭിനയിക്കില്ല, ഇങ്ങനെ കുറെ ഇതെല്ലാം ഇതെല്ലാം എന്നെ പോലെ ആൾക്കാരെ പറഞ്ഞെങ്കിൽ വല്ല ജയിലിൽ പറഞ്ഞാണ്. അതെന്താ അലിൻ ജോസ് ആകുമ്പോ അങ്ങനെ ഒരു അലിൻ ജോസ് ആകുമ്പോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല? കാരണം അവന് പൊട്ടനാണ് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ആരും എടുക്കില്ല. എന്നോട് ഒരാൾ പാലക്കാട് വിളിച്ചു ചോദിക്കുകയാണ്, ഒരു റോളുണ്ട്, അത് അവനാകുമ്പോൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ബിഹേവ് ചെയ്താൽ മതിയെന്ന്. റോള് പൊട്ടേണ്ട റോളാണ്. പിന്നെ വേറെ സിനിമ വന്നു 3 ലക്ഷം ഓഫർ ചെയ്യുന്ന തീറ്റപ്പണ്ടരും ബുദ്ധിവികാസം കുറഞ്ഞ കഥാപാത്രം, അതും അവൻ ചെയ്തില്ല. അതൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല, നാച്ചുറൽ നിന്ന് കൊടുത്താൽ മതി.
ഇപ്പൊ സിനിമ ഇവനെ തല്ലാൻ വേണ്ടി കുറെ ആൾക്കാർ പോയി. അവിടെ ചെന്നപ്പോ മനസ്സിലായി ഇവന്റെ ഡൗൺ സിൻഡ്രോമോ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മന്ദബുദ്ധിയുടെ ഇതാ. ഇവനെ 10ാം ക്ലാസ്സിൽ വെച്ച് മാർക്ക് പറഞ്ഞപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു അവന് ബുദ്ധി കൂടിപ്പോയാണ്. ഇങ്ങനെയൊക്കെയാ പറയാണ്. പിന്നെ പെരേര പറഞ്ഞ ഫുൾ കോമഡിയാണ്. പെരേര എന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാണ്. എത്ര മലയാളിയിൽ ആൾക്കാർ പെരയെ കൊണ്ട് കൂടി എത്ര പേര് എന്റർടൈൻ ചെയ്യുന്നു, എത്ര പേര് ദുഃഖം മാറുന്നു, സന്തോഷം കിട്ടണില്ലേ. അതിനൊരു അത് വലിയൊരു കാര്യമല്ലേ. അല്ല, അതിന് നമുക്ക് പുള്ളി എല്ലാം സീരിയസ് ആയിട്ടാ പറയണേ, നമുക്കാണ് ചിരിയായി തോന്നുന്നു. പുള്ളി തമാശയും പറയില്ല, ഭയങ്കര ഗൗരവമാണ്, ആറ്റിറ്റ്യൂഡിലിടും, പ്രത്യേക നോട്ടലുണ്ട്. ഇപ്പം നമ്മള് ഒരു കോമഡി സാധനം മാറ്റി വെച്ചിട്ടേ ഇപ്പം പറയുകയാണെങ്കിൽ ആറാട്ടണ്ണന്റെ അല്ലെങ്കിൽ സന്തോഷ് വർക്കിയുടെ ബസൂക്കയിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വില്ലനെ കാണാനായിട്ട് ഭയങ്കര ഇങ്ങനെ ആരാണ് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നതിന് നമ്മൾ അത് മാറ്റിയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് തിയേറ്റർ ഏകദേശം ഫില്ലാണ്, ഒരു 3/4 ഭാഗം ഫില്ലാണ്. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ എല്ലാരും ആരാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് പൊക്കി കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്ത് നശിപ്പിച്ച് ആ ഒരു സാധനം. എല്ലാവരും ചിരിയും കൈയടില്ലായിരുന്നു. മമ്മൂട്ടിക്കാട് കൈയടി എടുക്കിട്ടില്ല നാട്ടിലില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ക്യാരക്ടറും ആ ഒരു ഫേസിൽ വന്ന ഒരു എക്സ്പ്രഷൻ. ഞാൻ ഗൗതം വാസ്തവമേനോനും സിദ്ധാർത്ഥ് ഭരതനും അഭിനയിച്ചത്. ഈ ഗൗതം വാസ്തവമേനോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ ഏത് എക്സ്പ്രസ് പുള്ളിയും തിരിച്ചുപോയി. അടിപൊളിയായിരുന്നു ആ ഒരു സാധനം. പിന്നെ അല്ലെങ്കിൽ കാരോൺ തന്നു, കൂടെ ഇവനെയും കൊണ്ടുപോയി പെരേര. അവരുടെ പുറത്താക്കി. ഞാൻ കാരോണിൽ കയറണമാണ് ഇഷ്ടപ്പെട്ടില്ല. അസൂയ. ആരും പൊങ്ങി വരാൻ പാടില്ല, പുള്ളി മാത്രം പൊങ്ങി വരാൻ പാടുള്ളൂ. ഇപ്പം അലിൻ ജോസിന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ജലസി ഇഷ്യൂസ് ഒക്കെ ഭയങ്കര ജലസി അല്ലേ, ആരും പൊങ്ങി വരാൻ പാടില്ല. ആ ടൈഗർ എന്ന് പറഞ്ഞാൽ മനോജിനെ എത്ര ഉപദ്രവിച്ചെന്ന് അറിയോ? ആണല്ലോ തെറി വിളിച്ച് കിടക്കുകയാണ്. പുതിയ ഒരാൾ മുഖത്ത് കാണാൻ പറ്റും, അപ്പൊ തന്നെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഒരു ഗ്രേസ് ആയിട്ട് പേഴ്സൺ ആണ്. ഇവന്റെ ഏറ്റവും ഒരു വിത്തിൻ സെക്കൻഡ്സിന് അറ്റാക്ക് കാണും. അപ്പൊ ഞാൻ കേസലാവണി കാത്തിരിക്കുകയാണ്. അപ്പൊ അവൻ വന്ന് പറയാണ് അവന്റെ വീഡിയോ ഇട്ട് വൈറലാവും. ഞാൻ ടെൻഷൻ അടിച്ച് കേസാവുന്ന സമയത്ത് അവന്റെ വീഡിയോ ഇട്ട് വൈറലാക്കണോ? അപ്പൊ അവന്റെ സ്വാർത്ഥം നോക്കി. ഞാൻ അവന്റെ 2 വീഡിയോസ് ഇട്ട്, ഒരു വീഡിയോ 8 മില്യൺ, ഒരു വീഡിയോ 5 മില്യൺ പോയത്. അത് ഭയങ്കര ഫേമസ് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ മുകളിലത്തെ മുറിയിൽ ആരും വാടകയ്ക്ക് വരുമെന്ന് അറിയില്ല. കാരണം അത് അങ്ങനെയല്ല കാണിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. ഇനിയിപ്പോ അത് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഓപ്ഷൻ അല്ല, ലേലം. പെരേര വലിയ ആളാക്കിയാണ്, പെരേര സ്ഥലമെന്ന് പറഞ്ഞാൽ മതി. അപ്പം ആറാട്ടണ്ണൻ ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഇത്രയും നേരം ഞാനും ഭയങ്കരമായിട്ട് ചിരിച്ചു. കാരണം ഭയങ്കര സ്ട്രെസ്സിന്റെ ഇടയിലാണ്. ഞാനല്ല, പെരേര കാരണം, അലൻ ജോസ് പെരേര. അപ്പം ഞാനും ആറാട്ടണ്ണനുമായിട്ട് എടുത്ത ഇന്റർവ്യൂ ആണെങ്കിലും ഞങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വന്നൊരു ടോപ്പിക് അലിൻ ജോസ്. ഇത്രയും തിരിച്ചൊരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. സർദാർജി ജോക്സ് പോലെ പെരേര ജോക്സ്. ഇനി പെരേര പ്ലാൻ പറഞ്ഞാൽ ഇതൊന്നും ശരിയായില്ലെങ്കിൽ പലർക്കാട് തുടങ്ങും. അതിന്റെ കടയുടെ പേര് പെരേര 2.0, AGP സൂപ്പർ സ്റ്റാർ, രജനി സൂപ്പർ സ്റ്റാർ എന്ന് പറയില്ലേ, അതേപോലെ. അങ്ങനെ ആരും പറയും LGP, ALGP, അലിൻ ജോസ് അങ്ങനെ പറയണ്ട. അപ്പോ ഒരു കൗണ്ടും പറയാം. ഒരു കേസ് വന്നു, ട്രാൻസ്ലേഷൻ കേസിൽ. അപ്പൊ എന്റെ ഫോട്ടോ ഇട്ടു. അവൻ പറയാണ് അവന്റെ ഫോട്ടോ ചെറുതായി പോയെന്ന്. പീഡന കേസിൽ ഇട്ട ഫോട്ടോ ചെറുതായി പോയെന്ന്. അങ്ങനെ പറഞ്ഞ പാട്ടിയാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ ഉണ്ടായിരുന്നു. മനസ്സ് തുറന്ന് ഞാൻ മനസ്സിൽ രസം വരുമ്പോൾ പെരേരയുടെ കോമഡിയിലാണ് നോക്കുന്നത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്നതിനും നമുക്കെല്ലാവർക്കും ഇത്ര നല്ലൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ തന്നതിനും കുറെ അൺറിവീൽഡ് ആയിട്ടുള്ള കുറെ അൺറിവീൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റോറി ബോർഡിനും എനിക്കും നമ്മുടെ ക്രൂവിനും തന്നതിന് വളരെയധികം നന്ദി. അപ്പം ഇനിയുള്ള എന്നോടല്ല പെരേരയോടാ. അപ്പം എല്ലാവർക്കും നന്ദി. ഇനി നല്ല ഇന്റർവ്യൂ കൈ ആയിരുന്നില്ല, കൈ എന്ന പ്രശ്നമാണ്. ഇല്ലല്ല, കുഴപ്പമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. താങ്ക് യു. അപ്പം നമുക്കിനി അടുത്ത ഏതെങ്കിലും ഒരു ടോക്ക് വിത്ത് ആഗ്രയിൽ ഇതേപോലത്തെ ഒരു സെലിബ്രിറ്റിയോടൊപ്പം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.